പറയാറുണ്ട്. ലൈവ് കൗൺസിലിംഗ് പരിപാടിയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. ഈ ഒരു പരിപാടി എത്രത്തോളം കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നു എന്നുള്ളത് പറയാതെ വയ്യ. അൽഹംദുലില്ലാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ നിരുത്തരവാദപരമായ നിലപാട് വല്ലാതെ തളർത്തുന്നു എന്നുള്ളതാണ്. എത്രത്തോളം എന്നാൽ ഞാനൊരു രോഗിയായി മാറിയിരിക്കുന്നു. മാനസികമായി ഇപ്പോൾ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളത് തീർച്ചയാണ്. 35 വയസ്സുണ്ട്, മക്കളുണ്ട്. അൽഹംദുലില്ലാ. മക്കളെ വേദനിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ബലഹീനത. അദ്ദേഹത്തിൽ നിന്നുള്ള ഈ പെരുമാറ്റത്തിന് പലതവണ പലരാൽ താക്കീത് ലഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് പ്രകടമായ യാതൊരു മാറ്റവും കാണുന്നില്ല എന്നുള്ളത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഒരു ഭർത്താവിൽ നിന്നുള്ള സഹായവും സഹകരണവും ഒരു ഭാര്യ എന്ന നിലക്ക് ഇത്രത്തോളം അദ്ദേഹം നിരസിക്കുക എന്നത് ഉറപ്പായും അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകും എന്നതിൽ യാതൊരു സംശയവും ഉണ്ടാവുകയില്ല. ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ ഒരർത്ഥവും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ തന്നെ ഇറങ്ങേണ്ട അവസ്ഥയാണ്. ജോലിക്ക് പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഞാനിപ്പോൾ പല ജോലികളും ചെയ്യുന്നു. അദ്ദേഹം ദീനി ചിട്ടയില്ലാത്തൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ എൻ്റെ കഷ്ടപ്പാടിൽ യാതൊരു വൈകാരികതയോ വിഷമമോ ഇല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ മക്കളെ ദീനിയായി വളർത്താനുള്ള എല്ലാ അവസരങ്ങളും എനിക്ക് ലഭിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അതാണിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. വൈകാതെ ഒരു ജോലി, സർക്കാർ ജോലി തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. ഇങ്ങനെയുള്ളൊരു വ്യക്തിയുടെ കൂടെ ഇനി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ മക്കൾക്ക് ഉപ്പ എന്നുള്ള ചിന്ത എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് താനും. ഈ രീതിയിൽ ഞാൻ നിന്നുപോയാൽ ഞാനൊരു വിഷാദ രോഗിയാവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ തന്നെ മാനസികമായി വല്ലാതെ തളർന്നിട്ടുണ്ട്. അത് ശരീരത്തെയും ബാധിച്ചിട്ടുണ്ട്. മൂപ്പർക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരാണ് മുഖ്യമെന്നുള്ളത് പലതവണ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒറ്റപ്പെടുമോ എന്നുള്ള ഭയം എനിക്കില്ല. മക്കളുടെ കാര്യങ്ങളിലും അല്പം ശ്രദ്ധയുള്ള ആൾ തന്നെ. പക്ഷേ ഭാര്യ എന്നുള്ളത് എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിലില്ല. അള്ളാഹുവിനെ എനിക്ക് ഭയമുള്ളത് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിന് നിലക്കാത്തൊന്നും ചെയ്യില്ലെന്ന പൂർണ്ണ ബോധ്യവും ഉണ്ടാകും മൂപ്പർക്ക്. അതെൻ്റെ ബലഹീനതയായി അദ്ദേഹം കാണുന്നുണ്ടോ എന്ന സംശയമില്ലാതില്ല. കാരുണ്യവാനായ റബ്ബ് എന്തിനും പോംവഴി നിശ്ചയിച്ചിട്ടുണ്ടാകും. എൻ്റെ ജീവിതം ഇഹലോകത്തും നാളെ പരലോകത്തും വിജയിക്കാൻ ഞാനിനി എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഞാൻ നിന്നു പോരേണ്ടത്, നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ പ്രശ്നങ്ങൾ കുറേ മുന്നോട്ട് പോയി ഒരു നിരാശയുടെ സ്വരത്തിലാണ് അവർ അതിലെഴുതിയിരിക്കുന്നത്. അപ്പം അതിനെ മുൻനിർത്തി നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ആവശ്യമാണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷൻ ആവശ്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അവർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾക്ക് ആവശ്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇത്രയും അയാളെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുള്ള ഒരു ഭാര്യയോട് അയാൾ എന്താണ് അനുഭാവപൂർവ്വം അല്ലെങ്കിൽ ഉത്തരവാദിത്വപൂർവ്വം പെരുമാറാത്തത് എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വിവാഹം പരാജയപ്പെടുമ്പോൾ അതിൻ്റെ പരിഹാരം ആ വിവാഹം വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ എന്ത് പരിഹാരത്തിലേക്ക് പോയാലും അത് ആത്യന്തിക പരിഹാരമാവില്ല. അപ്പോൾ ഈ സഹോദരി ചിന്തിക്കുന്നത് എന്താണ്? ഭർത്താവ് ഇങ്ങനെ വളരെ നിരുത്തരവാദപരമായി പെരുമാറുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഞാനൊരു ജോലി കണ്ടെത്തുക, ഒരു ഗവൺമെൻറ് ജോലി കണ്ടെത്തുക, എന്നിട്ട് ഞാൻ കുട്ടികളെ ദീനിയായിട്ട് വളർത്തുക എന്നല്ലേ അവർ പറയണത്. അപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് ജോലി കണ്ടെത്താൻ പറ്റും, കുട്ടികളെ ദീനിയായിട്ട് വളർത്താൻ പറ്റും. പക്ഷേ ഒരു ഭർത്താവ് അല്ലെങ്കിൽ കുട്ടികൾക്കൊരു പിതാവ് എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല. അതാണ് ഇത്തരം പരിഹാരങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നം. അപ്പോൾ വിവാഹ പരാജയങ്ങളെ കാരണങ്ങൾ കണ്ടെത്തി അതിന് ആത്യന്തികമായ പരിഹാരമുണ്ടാക്കുക, അത് സാധ്യമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഭർത്താവ് ഒരു പുരുഷനാണോ, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് അയാളിൽ മാറ്റം സാധ്യമാണ്. ഭാര്യ ഒരു സ്ത്രീയാണോ, അവൾക്ക് ആഗ്രഹമുണ്ട് നല്ലൊരു ഭാര്യയാവാൻ, ഭർത്താവിന് ആഗ്രഹമുണ്ട് നല്ലൊരു ഭർത്താവാകാൻ. അതുകൊണ്ട് അവരെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. അതല്ലെങ്കിൽ ഒന്നിച്ച് പോകാൻ കഴിയാത്ത ആൾക്കാരെന്ത് ചെയ്യുക? തൽക്കാലം വേർപിരിയാൻ തീരുമാനിക്കുക. അതല്ലാത്ത സ്ഥിതിയിലുള്ള മുന്നോട്ട് പോക്കൊക്കെ ബുദ്ധിമുട്ടായി വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർ ദീനിയാണ്, അദ്ദേഹം ദീനിയല്ല. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ മാറ്റിയെടുക്കും എന്നതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ സ്വയം ഒരു വഴി കണ്ടെത്തുമ്പോഴും കുട്ടികളുടെ പിതാവാര് എന്ന ചോദ്യം അവരുടെ മുന്നിൽ അവശേഷിക്കുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, പൊതുവേ ഭർത്താക്കന്മാർ എത്തുന്നൊരു നിലപാടാണ്, വിവാഹം കഴിയുമ്പോൾ പൊതുവേ ഇങ്ങനത്തെ വലിയ ധാർമ്മികതയൊന്നും ഇല്ലാത്ത ആൾക്കാരെന്ത് ചെയ്യും? ഈ ഭാര്യനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും ചില അഭിനയങ്ങളും
ഒക്കെ കാഴ്ച വെച്ചിട്ട് ഇയാളുടെ ഒരു കസ്റ്റഡിയിൽ കുടുങ്ങുന്നത് വരെ എന്ത് ചെയ്യും, ഇവരെങ്ങനെ ബുദ്ധിമുട്ടാക്കി കൊണ്ടുനടക്കും. ഇനി ഇവളെങ്ങോട്ടും പോവില്ല എന്നൊരവസ്ഥ, ഒന്നിൽ പ്രഗ്നൻ്റായി അല്ലെങ്കിൽ ഒരു കുട്ടിയായി. അപ്പോൾ എന്ത് ചെയ്യും, ഇനി എൻ്റെ കുട്ടിനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവരവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ ആ പഴയ സ്വഭാവങ്ങളൊക്കെ പുറത്തെടുക്കും. അവരിതേപോലെ അവിടെ പഴയ ജീവിതത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ട്രോങ് നിലപാട് സഹോദരിമാർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രശ്നം. ഇപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതം പരാജയമാണ് എന്നുള്ളത് ഇപ്പോൾ എത്ര ആൾക്കറിയാം? കാരണം നമ്മുടെ ജീവിതം ഭർത്താവിനെ കുറിച്ച് നമ്മൾ പുറത്തൊന്നും പറയില്ല, ചിലപ്പോൾ അവരുടെ വീട്ടുകാർക്ക് പോലും അറിയലുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പുറത്തു വരും ഒരു പ്രശ്നമായാൽ എന്ന് എല്ലാ പുരുഷന്മാരും പേടിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾ അവരുടെ അഭിമാനം സംരക്ഷിക്കണം എന്നുള്ളതൊക്കെ ഇതൊക്കെ രഹസ്യമാക്കി വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് മാന്യമായി പെരുമാറാനും എന്നെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് വളരെ കണിശമായി പറയാനും അതിനൊരു പരിഹാരമുണ്ടാക്കാനുമുള്ള ശ്രമം നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഇത്തരം ആളുകളൊക്കെ എന്തു ചെയ്യും, ചില പരിഹാരങ്ങളിലേക്ക് അവർ വഴങ്ങും, അവർ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടോ എന്ന ഒരു ആത്മപരിശോധനയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഇവർക്ക് വിട്ടുപോകാൻ കഴിയുന്ന രൂപത്തിലല്ല അവിടെ ചോദ്യങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ വേറെ ജോലി അന്വേഷിച്ചോട്ടെ ഒക്കെ നടക്കുമ്പോഴും ഇദ്ദേഹത്തെ ഭർത്താവായി കുട്ടികളുടെ വാപ്പയായി നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള വഴികളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വഭാവ പെരുമാറ്റങ്ങളെ മാറ്റാനും മതപരമായി അദ്ദേഹത്തിൽ മാറ്റമുണ്ടാക്കാനും ഒക്കെ എന്തെങ്കിലും വഴികളുണ്ടോ എന്നതിനെക്കുറിച്ച് ഇനിയും അന്വേഷിക്കണമെന്നാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അവരുടെ പ്രശ്നത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അവരും തന്നെ ഈ പറഞ്ഞ വിഷയങ്ങൾ ഗൗരവമായി കണ്ട് അതിൻ്റെ പരിഹാര ശ്രമങ്ങളിലേക്ക് വേഗത്തിൽ കടക്കാൻ ശ്രദ്ധിക്കുകയും വേണം.